ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കറി ലീവ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ചിക്കൻ കുറുമയാണ്. അപ്പോൾ ഇന്ന് ചിക്കൻ കുറുമ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പം തന്നെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഓളും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ കുറുമയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: 1/2 കിലോ ചിക്കനാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഒരു 1.5 സവാള എടുത്തിട്ടുണ്ട്. ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തു വെച്ചിട്ടുള്ളത്. 3/4 കപ്പ് തേങ്ങയും 2 പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് അരയ്ക്കാനാണ്. ഒരു തക്കാളി, കുറച്ച് മല്ലിയിലയും പുതിനയിലയും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 5 അല്ലി വെളുത്തുള്ളിയും പേസ്റ്റാക്കി വെച്ചതാണ്. മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ്, കറിവേപ്പില ഇതെല്ലാം ആവശ്യത്തിന് ഉപയോഗിക്കാം. വെള്ളം ആവശ്യത്തിന്, വെളിച്ചെണ്ണ ഇതും ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം. ഇനി നമുക്ക് കുറുമ ഉണ്ടാക്കാനായിട്ട് ഒരു കുക്കർ അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് സവാള അരിഞ്ഞു വെച്ച് ഇതിലേക്ക് ഇടാം. അതൊന്ന് വഴറ്റിയെടുത്ത് അതിലേക്ക് ഉരുളക്കിഴങ്ങും കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. കുറച്ച് സമയം ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് വാട്ടിയെടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വാടി വരുമ്പോഴത്തേക്ക്, ഒരുപാട് അങ്ങ് വാടേണ്ട കാര്യമില്ല, ചെറുതായിട്ടൊക്കെ ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വാട്ടിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് അതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം ഇളക്കിയതിന് ശേഷം നമുക്ക് ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കുറച്ച് നേരം അതും മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കുക്കർ അടച്ചു വെച്ച് ഒരു 3 വിസിൽ വരുന്നത് വരെ നമുക്കിതിനെ വേവിച്ചെടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഈ ചിക്കൻ വേവുമ്പോഴേക്കും നമുക്ക് ഈ അരപ്പ് അരച്ചെടുക്കാം. അപ്പം തേങ്ങയും പച്ചമുളകും ചേർന്ന മിക്സ് നമ്മൾ ഈ മിക്സിയിലോട്ടിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പം ഇതാ തേങ്ങ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. 3 വിസിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇത് തുറന്ന് നോക്കിയപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് കുരുമുളക് പൊടിയും ഗരം മസാലയും ഇതിലോട്ട് ചേർക്കാം. കുരുമുളക് പൊടി ആവശ്യത്തിന്, ഓരോരുത്തർക്ക് എത്ര എരിവ് ആവശ്യമുണ്ടോ അത്രയും ചേർക്കാം. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇത്തിരി നന്നായിട്ട് എരിവ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഗരം മസാലയും ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അതൊരു ഫ്ലേവറിനനുസരിച്ച് ചേർക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില, അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില, പുതിനയില ഇതെല്ലാം ചേർത്ത് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കാം. ഇവിടെ ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പൊടിക്കൈ എന്ന് പറഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം പിന്നെ അധികം തിളപ്പിക്കണ്ട. ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്, വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ, താങ്ക് യു.